പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ തട്ടുകടയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ കുഞ്ഞിനെ തട്ടുകടയിൽ കണ്ടെത്തുകയായിരുന്നു. അർദ്ധരാത്രി ഭാഗത്ത് ഇരുചക്രവാഹനം വന്നെന്നും മിനിറ്റുകൾക്കുള്ളിൽ മടങ്ങിയെന്നുമുള്ള സൂചനകളുണ്ട്. കുറ്റൂർ റെയിൽവേ അടിപ്പാതയ്ക്കരികിൽ വീടിനോട് ചേർന്ന തട്ടുകടയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. പുലർച്ചെ കട തുറക്കാനെത്തിയ ജയരാജൻ കരച്ചിൽ കേട്ടു. കുഞ്ഞിനെ കണ്ടതോടെ ആകെ പരിഭ്രമത്തിലായി. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിന്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ്. ഈ പേടി ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ച് അങ്ങോട്ടുമ്പോൾ അവളും കിടന്ന് അലക്കുക എന്നുള്ളത്. പിന്നെ അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ച് പറഞ്ഞ് കൊച്ചുമോൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചുമോനാണ് പോലീസിനെയൊക്കെ വിളിച്ചു. ആരാ എന്താ എപ്പോഴാണെന്ന് നമ്മൾ അറിഞ്ഞു. ഞാൻ 5 മണി ആകുമ്പോഴാണ് ഇത് സാധാരണ തുറക്കാറ്. ഭാര്യ ഇന്ദു എത്തി തുണി പുതപ്പിച്ചു. ശേഷം സമീപവാസിയായ പൊതുപ്രവർത്തകനെ വിവരമറിയിച്ചു. പിന്നാലെ തിരുവല്ല പോലീസും സ്ഥലത്തെത്തി. അവർ കുഞ്ഞിനെ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരും ഇറങ്ങി വന്നു. വന്നപ്പോഴാണ് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല, അവരുടെ പശു പ്രസവിച്ച കാരണം. അപ്പം ഒരു 1:30 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. അർദ്ധരാത്രി ഈ ഭാഗത്ത് ഒരു ഇരുചക്രവാഹനം വന്നതായും മിനിറ്റുകൾക്കുള്ളിൽ മടങ്ങിയതായും സൂചനകളുണ്ട്. CCTV ക്യാമറ ഘടിപ്പിച്ച വീടുകളോ വ്യാപാര സ്ഥാപനങ്ങളോ ഈ മേഖലയിലില്ലതാനും. അതിനാൽ മറ്റിടങ്ങളിൽ നിന്നുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ് തിരുവല്ല പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കം ഉൾപ്പെടുത്തിയാണ് കേസ്. അതേസമയം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ആൺകുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.